ഇന്ത്യക്കാർക്കായ ഒരു സന്തോഷ വാർത്ത. വിദേശ പൗരന്മാർക്കായുള്ള ഇലക്ട്രോണിക് വിസ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് യുക്രൈൻ. ഒരു കാലത്ത് ഇന്ത്യക്കാർ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി തെരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു യുക്രൈൻ. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന യുദ്ധം യുക്രൈൻ ജനതയെ പോലെ ഇന്ത്യക്കാരെയും ബാധിച്ചിരുന്നു. യുദ്ധം മൂലം പലർക്കും തങ്ങളുടെ ഇഷ്ടനാടായ യുക്രൈൻ വിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു. ഡിപ്പാർട്ട്മെന്റ് ജനറൽ ഫോർ കോൺസുലാർ സർവീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, മാൽദീവ്സ് തുടങ്ങി 45 രാജ്യങ്ങൾക്കായുള്ള ഈ വിസ സംവിധാനങ്ങൾ രാജ്യം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ടൂറിസം, ബിസിനസ്, സാംസ്കാരിക ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ, പത്രപ്രവർത്തനം, കായികം, ആരോഗ്യം എന്നീ മേഖലകളിൽ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കായോ പോകുന്നവർക്ക് ഈ വിസയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 2025 ഫെബ്രുവരി മുതലുള്ള ഈ വിസയുടെ ആപ്ലിക്കേഷൻ ഉടൻ പ്രോസസ്സിംഗ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിംഗിൾ എൻട്രി വിസ, ഡബിൾ എൻട്രി വിസ എന്നിങ്ങനെ 2 വിധത്തിൽ യാത്രക്കാർക്ക് വിസകൾക്കായി അപേക്ഷിക്കാം. സിംഗിൾ എൻട്രി വിസയ്ക്ക് $20, ഡബിൾ എൻട്രി വിസയ്ക്ക് $30 ചെലവ് വരുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്കായി പോകുന്ന യാത്രക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിസ പ്രോസസ്സിംഗ് ചെയ്യുന്ന രീതി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിനായി യാത്രക്കാരൻ ഇരട്ടി തുക നൽകേണ്ടി വരും. സാധാരണ ഈ വിസ പ്രോസസ്സ് ചെയ്യാൻ 3 ദിവസമാണ് മന്ത്രാലയം ആവശ്യപ്പെടുന്ന സമയപരിധി. നമുക്കറിയാം, യുദ്ധം ആരംഭിച്ചതോടെ സാമ്പത്തികമായി ഉക്രൈൻ വളരെ പുറകിലാണ്. എന്നാൽ ഇലക്ട്രോണിക് വിസ സംവിധാനങ്ങൾ ആരംഭിക്കുന്നതോടെ രാജ്യം സാമ്പത്തിക തകർച്ചയിൽ നിന്നും കരകയറുമെന്ന് യുക്രൈൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വീണ്ടും സഹകരണ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യുക്രൈന്റെ പുതിയ വിസ തീരുമാനം. 1992 ആദ്യമായി ഇന്ത്യ കീവിൽ എംബസി സ്ഥാപിച്ചത്. അന്നു തൊട്ട് ഇന്നേ വരെ ഇന്ത്യയും ഉക്രൈനും ശക്തമായ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. വ്യാപാരം, വിദ്യാഭ്യാസം, കൃഷി, വാണിജ്യം, ഫാർമസ്യൂട്ടിക്കൽ, ശാസ്ത്ര സാംസ്കാരിക മേഖലകൾ തുടങ്ങി പരസ്പരം ഇരു രാജ്യങ്ങളും സഹകരിച്ചു പോകുന്നതും കാണാം. ഇലക്ട്രോണിക് വിസ പുനഃസ്ഥാപിക്കുന്നതോടെ പഴയതിനേക്കാൾ ഈ ബന്ധം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. സാമ്പത്തിക നയതന്ത്രങ്ങൾക്ക് പുറമെ ഇന്ത്യയും യുക്രൈനും സാംസ്കാരിക വിനിമയങ്ങളും വിദ്യാഭ്യാസ സംരംഭങ്ങളിലും സഹകരണം പുലർത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് MBBS പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ യുക്രൈൻ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രഭാഷയായ ഹിന്ദി പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളും യുക്രൈനിലുണ്ട്. താരാസ് ഷെഫ്ചെങ്കോ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് കീവ്, കീവ് ലിംഗ്വിസ്റ്റിക് യൂണിവേഴ്സിറ്റി എന്നീ സ്ഥാപനങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്കും സ്വദേശ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഹിന്ദി കോഴ്സ് പഠിക്കാൻ അവസരം നൽകുന്നുണ്ട്. ഏഷ്യൻ ഭാഷകൾ പഠിപ്പിക്കുന്നതിൽ പേരുകേട്ട കീവ് ജിംനാസിയം ഓഫ് ഓറിയന്റൽ ലാംഗ്വേജ് നമ്പർ 1 ഹിന്ദി കോഴ്സുകൾക്ക് പ്രത്യേക സ്ഥാനം അനുവദിക്കുന്നുണ്ട്. യുക്രൈൻ അസോസിയേഷൻ ഓഫ് ആയുർവേദ ആൻഡ് യോഗ എന്ന സംഘടന ഇന്ത്യയിലെ ആയുർവേദത്തെ യുക്രൈൻ ജനതയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ഇവർ ആയുർവേദത്തെ ഒരു പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്ന നിലയിൽ സംരക്ഷിക്കുന്നതായും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും നടത്തിവരുന്ന അന്തർദേശീയ ആയുർവേദ യോഗ കോൺഗ്രസുകൾക്ക് നേതൃത്വം നൽകുന്നതും ഈ അസോസിയേഷനാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ച് 2020 ഒക്ടോബർ 2 കീവിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചത്. ഈ വിസകൾ പുനഃസ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യൻ പൗരന്മാർക്ക് പഴയതിലും വേഗത്തിൽ ഉക്രൈനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇതോടെ യുദ്ധം കൊണ്ട് നിന്നുപോയ എല്ലാ ബന്ധങ്ങളും തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നത്. യുക്രൈനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിസ പ്രയോജനപ്പെടുത്താം.